ഹലോ ചിൽഡ്രൻ, നമ്മൾ SSLC 2020 ആൻസറിങ്ങിന്റെ 2ാം ക്ലാസ്സിലാണെന്ന്. നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ഒരു അടിപൊളി ചോദ്യം കൊണ്ടാണ്. ഈ ചോദ്യം വന്നിട്ടുള്ളത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന ചാപ്റ്ററിൽ നിന്നാണ്. നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം: ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ the total number of students in 10A division is equal to the total number of students in 10B. 10Aയിലും 10Bയിലും കുട്ടികളുണ്ട്. ആ രണ്ട് ഡിവിഷനിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാണ്. One student is to be selected from each division. നമുക്ക് 10A ഒരു കുട്ടിയെ വേണം, 10B ഒരു കുട്ടിയെ വേണം. The number of boys in 10A is 20. 10Aയിലുള്ള ആൺകുട്ടികളുടെ എണ്ണം 20 തന്നിട്ടുണ്ട്. The probability of selecting a boy from 10A is 2/5. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 10Aയിൽ നിന്നും ഒരു കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആൺകുട്ടിയാവാനുള്ള സാധ്യത 2/5 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആൺകുട്ടിയാവാനുള്ള സാധ്യത 2/5 എന്ന് പറഞ്ഞാൽ അവിടെ ആകെ കുട്ടികളുടെ എണ്ണം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളോട് ചോദ്യം പറഞ്ഞത് ആൺകുട്ടികളുടെ എണ്ണം 20 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 20 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം 50 ആയിരിക്കും. ആ 50ൽ 20 എണ്ണം ആൺകുട്ടികളാണ്. അപ്പോഴാണ് ഈ 0യും കട്ട് ചെയ്തപ്പോഴാണ് ആൺകുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത 2/5 ആയത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും നമ്പർ ഓഫ് ബോയ്സിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത കിട്ടുന്നത്. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്നും ആകെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൽ നിന്നും ആൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അതിനെ ഹരിച്ചാലാണ് നമുക്ക് ആൺകുട്ടികളെ ഒരെണ്ണമെങ്കിലും ആൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കിട്ടുന്നത്. ഇനി ചോദ്യം എന്താ? ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A is 2/5 and that of from 10B is 3/5. ആൺകുട്ടികളെ കിട്ടാൻ 10Bയിൽ നിന്നും ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത 3/5 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 30/50 ആയിരിക്കും. ആകെ കുട്ടികളുടെ എണ്ണം 10Bയിലും 50 ആയിരിക്കും. അതിൽ ആൺകുട്ടികളുടെ എണ്ണം 30 ആവുമ്പോഴാണ് 3/5 എന്നുള്ള പ്രോബബിലിറ്റി കിട്ടുക. ആ 50 കുട്ടികളിൽ നിന്നും കണ്ണും ചിമ്പി ഒരു കുട്ടിനെ സെലക്ട് ചെയ്താൽ അത് ബോയ് ആകാനുള്ള സാധ്യത 3/5 ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ 10A? നിങ്ങൾക്ക് തന്നെ ഉത്തരം എഴുതിക്കൂടെ? 10Aയിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. അതായിരിക്കും ടോട്ടൽ എമൗണ്ട്. ഇതിപ്പോ നമ്മള് മാങ്ങയുടെ കാര്യം, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, ആകെ മാങ്ങകളുടെ എണ്ണം ഒക്കെ ചോദിക്കാം. അപ്പോഴൊക്കെ നമ്മള് ഡിനോമിനേറ്ററിലെ സംഖ്യ നോക്കുക. അതായിരിക്കും ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കുട്ടികളുടെ ആകെ എണ്ണം എത്ര? 50 കുട്ടികളാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ 10A? 10Aയിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 50. 10Aയിലും 10Bയിലും കൂടിയുള്ള ആകെ കുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 100 എന്ന് പറയാം. ഇതിപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 10Aയിലെ കുട്ടികളുടെ എണ്ണമായതുകൊണ്ട് നമ്മൾ 50 എന്ന് എഴുതി കൊടുത്തു. ബി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A? 10Aയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്ര? ആകെ കുട്ടികളുടെ എണ്ണം 50 ആണ്. അപ്പൊ ഇവിടെ 20 ആൺകുട്ടികളാണെങ്കിൽ ബാക്കി 30 പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പൊ പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാല് 30 ഡിവൈഡഡ് ബൈ പെൺകുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 50. ഈ 0 ക്യാൻസൽ ചെയ്ത 3/5 ആണ് ഒന്നെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത. സി ക്വസ്റ്റ്യൻ: ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ 10B? 10Bയിൽ എത്ര ബോയ്സ് ഉണ്ട്? ബോയ്സിന്റെ റേഷ്യോ അവിടെ തന്നിട്ടുണ്ട് 3/5. അതായത് 10Bയിലുള്ള ആൺകുട്ടികളുടെ എണ്ണം 30 ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ സെലക്ടഡ് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ്? അവിടെ ശ്രദ്ധിക്കുക. രണ്ട് കുട്ടികളും 10Aയിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു, 10Bയിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു. രണ്ട് കുട്ടികളും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മള് ഇത് 10Aയിലുള്ള ആൺകുട്ടികളുടെ റേഷ്യോ, ഇത് 10Bയിലുള്ള ആൺകുട്ടികളുടെ റേഷ്യോ അല്ലെ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം.
ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിലുള്ള സംഖ്യകളെ പരസ്പരം ഗുണിക്കുക, ഡിനോമിനേറ്ററിലുള്ള സംഖ്യകളെ പരസ്പരം ഗുണിക്കുക. അപ്പൊ എത്ര വരിക? 6/25 ആണ് ഒരെണ്ണമെങ്കിലും ആൺകുട്ടിയാവാനുള്ള സാധ്യത. കൂട്ടുകാരെ, അങ്ങനെ നമ്മളെ കുഴപ്പിക്കാനുള്ള 15ാമത്തെ ചോദ്യം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. 15ാമത്തെ ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിന്നാണ്. ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. റെക്ടാംഗിളിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണം AC സ്ക്വയർ റൂട്ട് ഓഫ് 164 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ 36 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് AB പ്ലസ് BC? AB പ്ലസ് BC വളരെ സിമ്പിൾ ആണ്. AB പ്ലസ് BC പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആകെ ചുറ്റളവ്. AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA ഇതാണ് 36 എങ്കിൽ ഈ ഒരു ഭാഗം മാത്രം എത്ര ഉണ്ടാവും? 36ന്റെ പകുതി എത്രയാണ്? 18 ഉണ്ടാവും. ഇനിയിപ്പോ അത് കാൽക്കുലേഷനിലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? പെരിമീറ്ററിന്റെ ഇക്വേഷൻ പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് B ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 36 ആണെങ്കിൽ L പ്ലസ് B രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും 36 ആണെങ്കിൽ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും ആണ് ഇതും ഇതും. അത് എത്രയെന്നറിയാൻ 36 ഈ 2 ഇൻറ്റു 2 സമത്തിന്റെ പുറത്തേക്ക് പോയപ്പോ ഡിനോമിനേറ്ററിൽ പോയി. അങ്ങനെ നമുക്ക് 18 സെന്റിമീറ്റർ വളരെ ഈസിയായി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി B ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം നമ്മൾ കണ്ടെത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം. BC നമുക്ക് X എന്ന് കൊടുക്കാം. AB അപ്പൊ എത്രയായിരിക്കും? രണ്ടാളും കൂടി കൂടിയ 18 ആണെങ്കിൽ ഇതിന്റെ നീളം കമ്മിയായിട്ടതായിരിക്കും. 18ൽ നിന്നും X മൈനസ് ചെയ്താൽ അതായിരിക്കും എന്ത് വരിക? ABയുടെ ലെങ്ത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഇപ്പൊ വെറുതെ ആണോ ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് 164 കുറെ നേരം ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇവരെയും കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ഉണ്ടാവും. നോക്കാം. പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ മോഡലിലാക്കായിട്ട് ആക്കിയതിനു ശേഷം എക്സിന്റെ വില കണ്ടെത്താൻ പോവാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം നമുക്കറിയാം. ഇനി അറിയാത്ത കൂട്ടുകാർ മനസ്സിലാക്കുക. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് ട്രയാങ്കിൾ ABCD കൺസിഡർ ചെയ്താല് ആംഗിൾ 90ക്ക് ഓപ്പോസിറ്റ് സൈഡാണ് 164. ഇത് പാദമാണെങ്കിൽ ഇത് ട്രയാങ്കിളിന്റെ ഉയരമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ സമം, അതായത് 164 സ്ക്വയർ ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് 18 മൈനസ് X സ്ക്വയർ. 164 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തെന്നെയാണ്? 164 തന്നെയാണ്. എക്സ് സ്ക്വയറിന് ഇവിടെ ഇട്ടു. ഇനി 18 മൈനസ് X സ്ക്വയർ എന്ന് പറഞ്ഞാൽ A മൈനസ് B ദ ഹോൾ സ്ക്വയർ എന്നിട്ടൊരു ഇക്വേഷൻ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ ആയി മാറും. അതേ മോഡലിൽ നമ്മൾ 18 മൈനസ് X സ്ക്വയറിനെ മാറ്റാൻ പോവുകയാണ്. അപ്പൊ എന്ത് വരും? 18 ഇൻറ്റു 18 324 മൈനസ് 2 ഇൻറ്റു 18X. അപ്പൊ എത്ര? മൈനസ് 36X പ്ലസ് X സ്ക്വയർ. അടുത്ത സ്റ്റെപ്പില് X സ്ക്വയറും X സ്ക്വയറും കൂടി നമ്മൾ കൂട്ടി 2X സ്ക്വയർ ആക്കി. പിന്നെ മൈനസ് 36Xനെ എഴുതി. അതായത് എക്സിന്റെ പവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. X സ്ക്വയർ, അത് കഴിഞ്ഞാൽ X. അടുത്തത് ഈ 324 ഇവിടെയുള്ള 164 ഉണ്ടല്ലോ, ഈ 164നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പ്ലസ് 164 സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോ മൈനസ് 164 മാറും. ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് 2X സ്ക്വയർ മൈനസ് 36X പ്ലസ് 160 സമം 0. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടോണ്ട് നമുക്ക് കട്ട് ചെയ്താല് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയി മാറും. അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടറുകളാക്കിയിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടറുകളാക്കി എഴുതാൻ ഈസിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ വെട്ടിയപ്പോ X സ്ക്വയർ, ഇവിടെ 18X സ്ക്വയർ, ഇവിടെ വെട്ടിയപ്പോ 80. ഇനി അതാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്.
എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 80 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ട് പോളിനോമിയലുകളുടെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതാം. രണ്ട് ഫസ്റ്റ് ഡിഗ്രി ബഹുപദങ്ങളുടെ ഗുണിതങ്ങളാക്കി എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 8 കൂട്ട ഇക്വേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്കത് ശരിയാണോ നോക്കാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ കിട്ടി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു മൈനസ് 8 മൈനസ് 8x മൈനസ് 10 ഇൻറ്റു പ്ലസ് എക്സ് മൈനസ് 10x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 80. ഈ എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 10x എന്താണ്? രണ്ടും കൂടി കൂട്ടി മൈനസ് ചിഹ്നം ഇടുക. മൈനസ് 18x പ്ലസ് 80 കിട്ടിയില്ലേ? ഇതേ ഉത്തരം കിട്ടിയില്ലേ? അപ്പോ ഇനി എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേക്കോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി എന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ ഇനി എന്താ ലെങ്ത് വരിക? എക്സ് മൈനസ് 10 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 10. ഒരു സൈഡിന്റെ ലെങ്ത് 10 ആണെങ്കിൽ അടുത്ത സൈഡ് എത്ര ആയിരിക്കും? എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വില 8. അപ്പോ ലെങ്ത് നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 10 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെയോ എക്സിന്റെ സ്ഥാനത്ത് എത്ര വരും? 8 എന്ന് എഴുതി കൊടുക്കാം. അപ്പോ ലെങ്ത് നമുക്ക് കിട്ടി, ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. കൂട്ടുകാരെ, 4 മാർക്കുമായി നമ്മളെ കാത്തിരിക്കുന്ന 16ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിലെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി അത് രണ്ടും 30 ഡിഗ്രി വീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എ സി 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? ബി സിയുടെ നീളം എത്രയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ബി സിയുടെ നീളം പാദകോണുകൾ രണ്ടും തുല്യമാണ്. ബേസ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു ഐസോസീലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഐസോസീലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ സി 4 സെന്റിമീറ്റർ ആണെങ്കിൽ ബി സിയും എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിന് നമുക്ക് 30, 90, 60 ഡിഗ്രി ട്രയാങ്കിൾ ആക്കിയിട്ട് അതിന്റെ സൈഡിന്റെ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ 90 ഡിഗ്രിയാണ്. 90ക്ക് ഓപ്പോസിറ്റ് ആണ് എ സി. എതിർവശം എത്രയാണെന്ന് കണ്ടെത്തിയാല് ഇതാ ഈ ലൈന് ബേസിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരക്കുന്ന ലൈന് എ ബിയെ സമഭാഗം ചെയ്യും, ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ഈ നീളം സി ഡി എന്ന് പറഞ്ഞ ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ലെങ്ത് തന്നെയായിരിക്കും ഡി ബി വരിക. അങ്ങനെ അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടി ചെയ്യണത് ഇതിപ്പോ 30, 60, 90 ആംഗിൾ ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഇത് 30, 60, 90 ആംഗിൾ ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ന് ഓപ്പോസിറ്റ് 2 ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴി ഈ വിലകളെല്ലാം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ? ഇവിടെ നമുക്ക് ഈ ഭാഗം എ സി അറിയാം. അപ്പൊ എക്സ് ഇൻറ്റു √3x ഇൻറ്റു 2x. 2x 4ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 2. ഇനി ആ എക്സിന്റെ വിലയായ ഈ 2നെ നമ്മൾ ഇവിടെ എല്ലാം വെച്ചു കൊടുക്കാം. ഇവിടെ എക്സ് ഈക്വൽ ടു 2 തന്നെ. ഇവിടെ √3 ഇൻറ്റു 2 എന്ന് വരും. ഇവിടെ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4. നമുക്ക് റേഷ്യോകൾ എത്ര കിട്ടുക? അല്ലെങ്കിൽ സൈഡുകൾ ലെങ്ത് 2, 2 √3, 4 ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇവിടെ 2 √3 ആണെങ്കിൽ എ ബി എത്ര വരും? 2 എ ബി ഈക്വൽ ടു 2 √3 പ്ലസ് 2 √3 ഈക്വൽ ടു 4 √3 ആയിരിക്കും ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കണം. അതായത്
In triangle PQR, PQ equal to 4 root 3, angle P equal to angle Q equal to 30 degree, draw the triangle. നമ്മൾ അതിനു വേണ്ടി ആദ്യം തന്നെ ചെയ്യുന്നത് 4 സെന്റിമീറ്ററിൽ AB വരയ്ക്കുക. ശേഷം ഈ ആംഗിൾ എത്ര? ഇവിടെ 30, ഇവിടെ 30, രണ്ടും കൂടി കൂട്ടിയ 60, 3 കോണുകൾ കൂട്ടിയ 180 വരണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിൾ. ആ ആംഗിൾ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ ഇവിടെ മെഷർ ചെയ്യാം. 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. ശേഷം ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ, അതേപോലെ ഇവിടേക്കും 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. സി അടയാളപ്പെടുത്തുക. AC കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ ഇത് കിട്ടുന്ന സൈഡ് AC 4 √ 2 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ സി ക്വസ്റ്റ്യന്റെയും ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. കൂട്ടുകാരെ, അങ്ങനെ 2020 ചോദ്യ പേപ്പറിന്റെ ഉത്തരങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ 17ാമത്തെ ചോദ്യത്തിൽ എത്തി നിൽക്കുകയാണ്. 17ാമത്തെ ചോദ്യം Px = x² - 7x + 13 ആണെങ്കിൽ വാട്ട് ഈസ് P3? എക്സിന്റെ സ്ഥാനത്തൊക്കെ 3 എന്ന് വില കൊടുത്ത് P3 നമുക്ക് കാണാം. 3² - 7 × 3 + 13 എന്താ വരിക? 3 × 3 9, 3 × 7 21, പിന്നെ അടുത്ത് 13. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് 9ഉം 13ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 22 ആയിരിക്കും. പിന്നെ -21 ചെയ്താൽ P3യുടെ ഉത്തരമായി എത്രയാണ്? 1 ആണ് P3. ഇനി അതിലുള്ള ബി പാർട്ട് നോക്കാം. ബി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് Px - P3. എന്താ ചെയ്യേണ്ടത്? Write the polynomial Px - P3 as the product of two first degree polynomials. തന്നിട്ടുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി, രണ്ടാം കൃതി ആയിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. അതായത് എക്സിന്റെ പവർ 2, ഇതിന് എക്സിന്റെ പവർ 1 ആകുന്ന രീതിയിലുള്ള 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കിയിട്ട് നമ്മൾ എഴുതണം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. Px ഇവിടെ തന്നിട്ടുണ്ട്. P3 നമ്മൾ ഇപ്പൊ കണ്ടു 1. അപ്പൊ Px - P3 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് Px - P3 കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് x² - 7x + 13 -1 ചെയ്താൽ മാത്രം മതി. കാരണം P3 എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ ആൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോ ഇവിടെ എന്ത് വരും? x² - 7x + 13 നിന്നും 1 കുറച്ചാൽ 12 ആണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിന് നമ്മൾ എന്താക്കണം? ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് x - 4, അതേപോലെ അടുത്തത് x - 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആവും. സംശയം ഉണ്ടെങ്കിൽ നോക്കൂ. x × x, x² x × x = x², x × -3 -3x, അടുത്തത് -4 × x -4x, പിന്നെ -4 × -3 +12. ഇനി അടുത്ത സ്റ്റെപ്പ് x² ഈ രണ്ട് -3x -4x തമ്മിൽ കൂട്ടിയ -7x +12. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ Px - P3 = Px - P3 = 0 എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? x - 4 x - 3. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താ വരിക? ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ Px - P3 = 0. ഇതിലിപ്പോ എക്സിന്റെ വില x - 4 എടുക്കുക = 0. അങ്ങനെയാണെങ്കിൽ x എത്ര? എക്സിന്റെ പരിഹാരം 4 ആണ് എക്സിന്റെ വില. അതേപോലെ x - 3 = 0. അങ്ങനെയാണെങ്കിൽ x = -3 അപ്പുറത്ത് പോകുമ്പോൾ 3 ആവും. ഇതാണ് എക്സിന്റെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മള് 18ാമത്തെ ചോദ്യത്തിൽ എത്തിയിരിക്കുകയാണ്. 18ാമത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടാൻജൻസിൽ നിന്നാണ്. അപ്പൊ ഇതിൽ ചോദ്യം ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്.
ഈ ഫിഗറിൽ O ഈസ് ദ സെന്റർ ഓഫ് ബോത്ത് സർക്കിൾ. ഒരു സർക്കിൾ ഇവിടെ ഉണ്ട്, ഒരു വൃത്തം ഇവിടെ, അതിന്റെ മുകളിൽ മറ്റൊരു വൃത്തമുണ്ട്. എ ബി ആൻഡ് എ സി ടച്ച് ദ സ്മാൾ സർക്കിൾ. എ ബി എ സി എന്നിവ ഈ ചെറിയ സർക്കിളിനെ, ഈ ചെറിയ വൃത്തത്തെ പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എ എന്ന പോയിന്റിൽ നിന്നുള്ള തൊടുവരകളല്ലേ ഇവ രണ്ടും, എ ബി എ സി എന്നിവ. അത് നിങ്ങളെ മനസ്സിൽ ചോദ്യം വായിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്യണം. നമ്മളോട് ചോദ്യം, ഇഫ് എ പി 5 സെന്റിമീറ്റർ, എ പി 5 സെന്റിമീറ്റർ ആണെങ്കിൽ എ ക്യു എത്ര? കണ്ടാൽ തന്നെ അറിയാം, എ എന്ന് പറയുന്ന പുറത്തുനിന്നുള്ള ഒരു പോയിന്റിൽ നിന്നുള്ള ഈ ചെറിയ സർക്കിളിലേക്കുള്ള തൊടുവരകളാണ് ഇവ രണ്ടും. അപ്പൊ എന്ത് പറയാം, ഈ തൊടുവരകൾക്ക് രണ്ടും ഒരേ ലെങ്ത് ആയിരിക്കും. ഇതാണ് എ. ഇവിടെ നിന്നും എ പി 5 സെന്റിമീറ്റർ ആണെങ്കിൽ അതേ അകലത്തിൽ തന്നെയാണ് എക്ക് ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എ ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണ് ആര്, എ ക്യൂവിന്റെ ലെങ്ത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും, ഫിഗറൊക്കെ കാണുമ്പോ എന്താണാവോന്ന്. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തത്, പ്രൂവ് ദാറ്റ് എ ബി സമം എ സി. ഇതും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. എ ബി എ സി ശരിക്കും എന്താണ്, ടാൻജൻസ് ഫ്രം ദ പോയിന്റ് എ ആണ് അല്ലേ. എന്നിട്ട് ആ ടാൻജൻസിലേക്ക് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള റേഡിയസുകളാണ് ഒ ക്യു ഒ പി എന്നിവ. അപ്പോ ഈ റേഡിയസുകൾ എന്ത് ചെയ്തു, എ പി എന്ന് പറയുന്ന ടാൻജന്റിനെ കട്ട് ചെയ്തു. അതായത് ഒരു ടാൻജന്റിനെ അതിന്റെ സെന്ററിൽ നിന്നുള്ള റേഡിയസുകൾ സമഭാഗം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമഭാഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ പിയുടെ നീളം എത്രയാവും, അതേ നീളം തന്നെയായിരിക്കും ബി പിക്ക്. അപ്പൊ ഒ പി പെർപെൻഡിക്കുലാർ ടു എ ബി, അതേപോലെ ഒ ക്യൂബും പെർപെൻഡിക്കുലാർ ടു എ സി. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഈ ഒ പി പെർപെൻഡിക്കുലാർ ടു എ ബി, ഒ ക്യൂ പെർപെൻഡിക്കുലാർ ടു എ സി. എന്നിട്ട് അതിന്റെ റീസൺ എഴുതി കൊടുക്കുക. എന്താണ്, ടാൻജൻസ്, തൊടുവരകൾ, ടാൻജൻസ് ആൻഡ് റേഡിയൈ, തൊടുവരകളും ആരങ്ങളുമാണ്. തൊടുവരകളും ആരങ്ങളും പരസ്പരം എന്ത് ചെയ്യും, സമഭാഗം ചെയ്യും. അതായത് ഈ എ ബിയെയും എ സിയെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് എ പി 5 സെന്റിമീറ്റർ ആണെങ്കിൽ എ ബി ഈക്വൽ ടു 2AP, അതായത് 2 into 5 ഈക്വൽ ടു എ ബി 10 സെന്റിമീറ്റർ. അതേപോലെ തന്നെ എ ക്യു 5 ആണെങ്കിൽ എ സിയുടെ നീളം എ സി സമം 2AQ ഈക്വൽ ടു 2 into 5 ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ്. കിട്ടിയില്ലേ? അങ്ങനെ അതായത് എന്തു പറയാം, therefore AB ഈക്വൽ ടു AC. അങ്ങനെ നമ്മളെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയി കഴിഞ്ഞു. എന്തൊക്കെയാ നമ്മൾ ചെയ്തത്, നമ്മള് ഒന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചത് എ പി 5 സെന്റിമീറ്റർ ആണെങ്കിൽ എ ക്യു എത്ര. എ പിയും എ ക്യുവും എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്കുള്ള ടാൻജൻസ് ആണ്. ടാൻജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ പോയിന്റിൽ മാത്രം തൊടുന്ന വരകൾക്കാണ് തൊടുവരകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 2 തൊടുവരകളാണ് എ പിയും എ ക്യുവും. അതുകൊണ്ട് എ പി 5 ആണെങ്കിൽ എ ക്യു 5. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ ക്ലിയർ ആയി. ബി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എ ബി സമം എ സി എന്ന് തെളിയിക്കാനാണ്. എ ബി എ സി കണ്ടാൽ നമുക്കറിയാം ഈക്വൽ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്, ഈ ഒ ക്യു പെർപെൻഡിക്കുലാർ ടു എ ബി, ഒ പി പെർപെൻഡിക്കുലാർ ടു എ ബി, അതേപോലെ ഒ ക്യു പെർപെൻഡിക്കുലാർ ടു എ സി. അങ്ങനെയാണെങ്കിൽ എ ബി എത്രയായിരിക്കും, 2AP. ഇതും ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്യും, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലാർ ലൈന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ പി യുടെ 2 ഇരട്ടി ആയിരിക്കും എ ബി. അതാണ് 2 into 5 10.
AC സമം 2 × 5 10, അതായത് AB സമം AC എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അതെന്താ പറയുന്നത്? If AP സമം 5 സെന്റിമീറ്റേഴ്സ്, AP 5 സെന്റിമീറ്ററും ആംഗിൾ A 90 ഡിഗ്രിയുമാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേക്കൂ, ഇത് റേഡിയസ്, ഇത് പെർപെൻഡിക്കുലർ ലൈന്, റേഡിയസ് ആയി ടാൻജന്റ്, റേഡിയസ് ആയി ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാ. ഇവിടെ 90, ഇതും റേഡിയസ് ടാൻജന്റ്, റേഡിയസ് ആംഗിളുമായിട്ട് ഉണ്ടാക്കുന്ന റേഡിയസ് ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90. ഇത് 90 ഡിഗ്രിയാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 3 എണ്ണം 90 വീതമാണ്. അപ്പൊ ഇത് എന്തായിരിക്കും? ഇതൊരു ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഒരു സ്ക്വയർ ആയിരിക്കും. 3 ആംഗിൾ 90 ആണെങ്കിൽ ഈ ആംഗിളും 90 ആയിരിക്കും. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങൾക്കും ഒരേ നീളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ OPയുടെ നീളം 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യത്തിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് -30, +30 and 0, 3√3. കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിൽ നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളത് A -30 -30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം X ആക്സിസിലുള്ള പോയിന്റ് ആണ്. കാരണം Y കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും X ആക്സിസിലായിരിക്കും. ഇത് X, ഇത് X ഡാഷ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വരകൾ നെഗറ്റീവ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള വരകൾ പോസിറ്റീവ്. ഇത് Y, ഇത് Y ഡാഷ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴത്തേക്ക് നെഗറ്റീവ് സംഖ്യ. ഒരു പോയിന്റ് -30 നമ്മൾ അടയാളപ്പെടുത്തണം. അടുത്ത പോയിന്റ് B എന്ന് പറയുന്നത് 30 ആണ്. അതും ഇവിടെ തന്നെ ആയിരിക്കും. ഇപ്പൊ -30 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്, 30 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കും. ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, C 0, 3√3 ആണ്. C എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത് 0, 3√3. എന്ത് ചെയ്യും? ഇതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാം അല്ലെ. -3 ഇവിടെയാണെന്ന് അറിയാം, 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് അറിയാം. കാരണം Y കോർഡിനേറ്റ് 0 ആകുക X ആക്സിസിലാണ്. അടുത്ത് +3 അല്ലെങ്കിൽ 30 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അടുത്തത് 0 എന്ന് പറഞ്ഞാൽ Y ആക്സിസിലാണ്. X 0 ആവുന്നത് എപ്പോഴും Y ആക്സിസിലാണ്. അപ്പൊ ഇനി 3√3 നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തതിനു ശേഷം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. കാരണം ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ 60 ഡിഗ്രി ലൈന് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരിട്ട് Y ആക്സിസിൽ ഏതെങ്കിലും കോർഡിനേറ്റ് മുട്ടുന്ന തരത്തിൽ യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് 3√3 ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യാ? ഒരു ശരിക്ക് കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് 1, 2, 3 3 യൂണിറ്റ് വലത്തോട്ടും 3 യൂണിറ്റ് ഇടത്തോട്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്തതിനു ശേഷം മുകളിലേക്ക് Y ആക്സിസിൽ ഏത് പോയിന്റിലാണോ കൂട്ടിമുട്ടുന്നത് നോക്കിയിട്ട് അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഇതൊന്നും മാർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് 0, 3√3 എന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങളായി കഴിഞ്ഞു. ഇങ്ങനെ ചെയ്താൽ 3 പോയിന്റ് മാർക്ക് ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടി. 20ാമത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഈസിയാണ്, പക്ഷെ കുറച്ച് സമയം എടുക്കും ഇത് ചെയ്യാൻ. ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരു വൃത്തം, ഒരു സർക്കിള്, അതിൽ നിന്നും ഒരു വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 12 ആണ്. അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം, അത് 12 ആണ്. അങ്ങനെയുള്ള ഒരു സെക്ടർ നമ്മൾ കട്ട് ചെയ്തു. അതിന്റെ സെൻട്രൽ ആംഗിള് 120 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പൊ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്താണിത്. ഇത് നമ്മൾ ചുരുട്ടിയിട്ട് എന്താണ് ഒരു കോൺ ഉണ്ടാക്കി വിചാരിക്കുക. അപ്പൊ അതിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ചെരിവുയരം. അതായത് ഈ റേഡിയസ് ആണ് സ്ലാന്റ് ഹൈറ്റ് ആയി മാറുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ L = 12 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം ഉറപ്പായിട്ടും ഒന്നാമത്തെ ചോദ്യവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം
ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. ഈ കോണിന്റെ ഹൈറ്റും നമ്മൾ കണ്ടെത്തണം, റേഡിയസും നമ്മൾ കണ്ടെത്തണം. അപ്പോ ഹൈറ്റ് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 360 ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ആണ് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ആർ ബൈ എൽ ആണ് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്ക് ആർ മാത്രമേ അറിയാത്തുള്ളൂ, അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, 120 ഡിഗ്രി ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ 360 ആണ്, ഈക്വൽ ടു ആറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എൽ നമ്മളിപ്പോ കിട്ടി നമുക്ക് 12 സെന്റിമീറ്റർ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 360 ആർ 360 ആർ ഈക്വൽ ടു 120 ഇൻറ്റു 12. നമ്മൾ ആറിന് അല്ലേ കാണേണ്ടത്, അപ്പൊ ആറിന് ഇവിടെ നിർത്തിയതിനു ശേഷം 360നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 120 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 360. ഇനി ഇതിലെ സീറോയും സീറോയും ക്യാൻസൽ ചെയ്താല് 12 36 3 തവണയുണ്ട്. 12 36 3 പ്രാവശ്യം ഉണ്ട്. ഇനി ഈ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേഡിയസ് നമുക്ക് 4 സെന്റിമീറ്റർ റേഡിയസ് കിട്ടി. ഇനി അപ്പോ ബി ക്വസ്റ്റ്യൻ ഇനി റേഡിയസ് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ ഇനി തീർന്നിട്ടില്ല, നമുക്ക് ഹൈറ്റും കൂടി കാണണം. അപ്പൊ ഹൈറ്റ് കാണാൻ നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഹൈറ്റ് കാണാം. അപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക്? സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, റേഡിയസ് കിട്ടി. അപ്പൊ എച്ച് സ്ക്വയർ കാണുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എച്ച് സ്ക്വയർ സമം എൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഹൈപ്പോടെന്യൂസ്. അപ്പൊ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ 12 സ്ക്വയർ ആണ്. ആർ സ്ക്വയർ നമുക്കിപ്പോ കിട്ടി 4 സ്ക്വയർ ആണ്. ഞാൻ രണ്ടിനെയും കൂടി സ്ക്വയർ കണ്ടാല് 12 ഇൻറ്റു 12 144 മൈനസ് 16 8 എച്ച് സ്ക്വയർ വരിക 128 ആണെങ്കിൽ എച്ച് ഈക്വൽ ടു എത്ര വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 128. ഇനി ഇതിനെ ഒന്നെങ്കിലും സ്ക്വയർ റൂട്ട് 128 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിനെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന രീതിയിൽ മാറ്റി എഴുതിയാൽ നമുക്ക് എച്ച് ഈക്വൽ ടു 128നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ അപ്പൊ നമുക്ക് ഇതിനെ ഒന്നെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ രീതി വരുന്ന രീതിയിൽ മാറ്റി എഴുതിയാൽ 64 ഇൻറ്റു 2 64 ഇൻറ്റു 2 ഇതിനെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ 8 8s are 64. പിന്നെ റൂട്ട് 2ന് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് അതിന് റൂട്ടിന്റെ ഉള്ളിൽ തന്നെ ഇടാം. അപ്പൊ എച്ച് നമുക്ക് കിട്ടി 8√2 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആകെ കംപ്ലീറ്റ് ആക്കിയത് നമ്മുടെ ബി പാർട്ടാണ്. ഇനി അതിലൊരു സി ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് എൽ കിട്ടി 12, ആർ കിട്ടിയിട്ടുണ്ട്. എൽ 12 ആയിരുന്നു, ആർ 4 ആണ്. ഇപ്പൊ നമുക്ക് എച്ചും കിട്ടി 8√2. ഇനി ഇതില് സി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ. ഇതുപോലുള്ള ഒരു സെൻട്രൽ ആംഗിൾ ആണ് കാണേണ്ടത്. ആരുടെ? ഒരു സെക്ടർ. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടു ബി ബേസ് യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് √2 സെന്റിമീറ്റർ വേണം. ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ റേഡിയസ് √2 സെന്റിമീറ്റർ വേണം. പിന്നെ ഹൈറ്റ് 4 സെന്റിമീറ്റർ വേണം. ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റ് 4 വേണം. അങ്ങനെയുള്ള ഒരു സെക്ടർ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ എത്രയാണ് സെൻട്രൽ ആംഗിൾ എടുത്തു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ആർ ബൈ എൽ ഇൻറ്റു 360 ചെയ്ത സെൻട്രൽ ആംഗിൾ കിട്ടും. ഇതിൽ നമുക്ക് റേഡിയസ് √2 തന്നിട്ടുണ്ട്. ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈപ്പോടെന്യൂസ് ആയിരിക്കും. ആ ഹൈപ്പോടെന്യൂസ് കാണാൻ ഇവയെ രണ്ടുപേരും നമ്മൾ കൂട്ടിയാൽ മതി. പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു
എച്ച് സ്ക്വയർ എത്രയാണ് 4 സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 സ്ക്വയർ. അപ്പൊ എത്ര വരും 16 പ്ലസ് √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്ര വരിക 18 ആണ് എൽ സ്ക്വയർ വരുന്നതെങ്കിൽ എൽ എത്രയായിരിക്കും 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എൽ സ്ക്വയർ 18 ആണെങ്കിൽ ഒരെണ്ണെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതിയാൽ എങ്ങനെ വരും 18 നമുക്ക് 9 × 2 എന്ന് എഴുതാം. അപ്പൊ 9ന്റെ സ്ക്വയർ എത്രയാണ് സ്ക്വയർ റൂട്ട് 3 പിന്നെ √2 ആണ് എൽ വരിക. ഇനി എൽ എന്തിനാ നമ്മൾ കണ്ടെത്തിയത്? നമുക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പൊ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടി 3√2 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്കിനി സെൻട്രൽ ആംഗിൾ കാണാം. ഇവിടെ നമ്മൾ റേഡിയസ് കണ്ടത് √2 ആണ് റേഡിയസ്. അപ്പൊ √2 ഡിവൈഡഡ് ബൈ 3√2 ആണ് അപ്പൊ നമ്മൾ കണ്ടെത്തിയ സ്ലാൻഡ് ഹൈറ്റ് ഇൻറ്റു 360. ഈ √2 ക്യാൻസൽ ചെയ്താല് നീ 3 ഉണ്ട് 360 വെട്ടിയാൽ എത്ര വരും x = 120 ഡിഗ്രിയാണ്. അപ്പൊ ഇത്ര കൂട്ടുകാരെ അങ്ങനെ നമ്മള് 4 മാർക്കിനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കഴിഞ്ഞു. 21ാമത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളിൽ നിന്നാണ്. ചോദ്യം വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 5, 0 ആൻഡ് 3, 2. ആദ്യത്തിൽ നമ്മൾ കാണേണ്ടത് വരയുടെ ചെരിവ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് കാണേണ്ടത്. അതിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണാനുള്ള ഇക്വേഷൻ ആദ്യം നമ്മളൊന്ന് ഓർത്തു വെക്കുക. y2 minus y1 ഡിവൈഡഡ് ബൈ x2 minus x1 ആണ് വരയുടെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണാനുള്ള ഇക്വേഷൻ. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ള കോർഡിനേറ്റ്സ് നോക്കിയേക്കാം. ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. അപ്പൊ ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് y2 minus y1 ആണ്. അതായത് 2 minus 0 equal to 2 minus 0 divided by x2 minus x1. അപ്പൊ x2 3 ആണ് മൈനസ് x1 5 ആണ്. 2ന്ന് 0 പോയാൽ 2, -5ന്ന് 3 പോയാൽ -2. അതായത് -1 ആയിരിക്കും വരയുടെ ചെരിവ്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് -1. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ വരയുടെ സമവാക്യം നമ്മൾ എഴുതുക. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമ്മൾ എഴുതാന് ഇപ്പൊ 5, 0, 3, 2 ഇത് 2 വ്യത്യസ്ത ബിന്ദുക്കളിലെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുക. കൂടാതെ അതായത് 5, 0 ഒരു കോർഡിനേറ്റ് ആണ്, 3, 2 മറ്റൊരു കോർഡിനേറ്റ് ആണ്. ഇതിന്റെ ഇടയിലായി ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ XY എന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് y -0 ആദ്യം എഴുതുക. എന്താണ് ഇക്വേഷൻ? ഇവിടുത്തെ ഇക്വേഷൻ y ഇതിപ്പോ x1 x2 ആണ്, y2 ആണെന്ന് വിചാരിക്കുക. x1 y1. അപ്പോ ഇത് y -y1 ഡിവൈഡഡ് ബൈ ഇത് y x minus x1. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y വിലയില്ല, ഈ y1ന്റെ വില 0 ഡിവൈഡഡ് ബൈ x തന്നെ x1 എത്രയാണ് 5 ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -1 ആൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. y -0 ഡിവൈഡഡ് ബൈ x -5 സമം -1 നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണാന് 2 കോർഡിനേറ്റുകൾ ഉണ്ടല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ അപ്പുറത്ത് XY എന്ന് കൊടുക്കുക. അതായത് ഈ 2 കോർഡിനേറ്റുകളുടെ ഇടയിൽ 5, 0 എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റും 3,
32 എന്ന് പറയുന്ന മറ്റൊരു കോർഡിനേറ്റ്. ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അതിന്റെ കോർഡിനേറ്റ് XY ആണ് എന്ന് കരുതുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണാൻ y മൈനസ് 0 ഡിവൈഡഡ് ബൈ x മൈനസ് 5 ചെയ്യും. ഈക്വൽ ടു -1 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. സ്ലോപ്പ് ഓഫ് ദ ഇക്വേഷൻ -1 ഡിവൈഡ് ബൈ 1 എഴുതി വെക്കുക. ഇനി ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് y മൈനസ് 0 സമം ഈ -1 ഉണ്ട് ഈ -1 ഉണ്ട് x മൈനസ് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ -x പ്ലസ് y ആയി മാറും. ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ -x ഇങ്ങോട്ടുള്ളത് +x ആവും. പിന്നെ ഈ y x പ്ലസ് y പ്ലസ് 5 സമത്തിന്റെ അപ്പുറത്തേക്ക് ഒരു -5 ആവും. x പ്ലസ് y മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ സ്ലോപ്പ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. നമ്മൾ A ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചു. ഇനി B ക്വസ്റ്റ്യൻ, ദ x കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ ലൈൻ x മൈനസ് y ഈക്വൽ ടു 5 ആണ്. അതായത് x മൈനസ് 5 ആണ് x കോർഡിനേറ്റ് എങ്കിൽ വാട്ട് ഈസ് ദ y കോർഡിനേറ്റ്? ഇതാണ് നമ്മളെ B ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരം നോക്കാം. x മൈനസ് y ഈക്വൽ ടു 5. ഈ ലൈനിൽ എക്സിന്റെ വില 5 എന്ന് തന്നാൽ 5 മൈനസ് y ഈക്വൽ ടു 5 ആണെങ്കിൽ y ഈക്വൽ ടു ഈ 5ന്റെ കൂടെ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എത്ര വരും? -5 വരും. അതായത് y-യുടെ വില എത്ര ആയിരിക്കും? y ഈക്വൽ ടു 0. അപ്പൊ അടുത്ത കോർഡിനേറ്റുകൾ എന്താ വരിക? 5, y-യുടെ വില 0. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ x പ്ലസ് y സമം 5 ആൻഡ് x മൈനസ് 5 സമം 5. ഈ രണ്ട് x പ്ലസ് y സമം 5 എന്ന് പറയുന്ന ലൈനും x മൈനസ് 5 സമം 5 എന്ന് പറയുന്ന ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തുള്ള സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ x പ്ലസ് y സമം 5 ആണ്, x മൈനസ് y സമം 5 ആണ്. എന്ത് ചെയ്യാ? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കൂട്ടി നോക്കുക. അപ്പൊ പ്ലസ് y മൈനസ് y ക്യാൻസൽ ആയാൽ 2x സമം 10. അപ്പൊ x കോർഡിനേറ്റ് 10 ഡിവൈഡഡ് ബൈ 2 സമം 5. ഇത് എത്ര വരിക? പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 0 ആണ് y കോർഡിനേറ്റ് വരിക. ക്ലിയർ ആകാനും പ്ലസ് y മൈനസ് 5 0, ഇത് 10, ഇത് 2x അല്ലെ? അപ്പൊ y-യുടെ വില എത്രയാണ് വരിക? അതൊക്കെ നമ്മൾ പ്ലസ് ചെയ്യാണ്. അപ്പൊ 2x പ്ലസ് 0 എന്ന് വരും അല്ലെ? സമം 10. അതായത് x ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5. അപ്പൊ കോർഡിനേറ്റ്സ് എന്തൊക്കെയാ വരിക? x 5, y 0. ഇതാണ് ആ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. അങ്ങനെ SSLC മാത്സ് 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2 പാർട്ടുകൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും 5 മാർക്കിനുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഒരുപാട് വീഡിയോ ലെങ്ത് ആയാൽ പിന്നെ നിങ്ങൾക്ക് അത് കാണാൻ ബോറടിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു.